പലതും ഉണ്ട് അതിനകത്ത്. അദ്ദേഹത്തിന്റെ ജീവിതം ആദ്യം അറിയാലോ. അദ്ദേഹം വളരെയധികം സമ്പന്നമായിട്ടുള്ള രാജകുടുംബത്തിലാണ് അദ്ദേഹം സിദ്ധാർത്ഥനായിട്ട് ജനിക്കുന്നത്. അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ബോധിവൃക്ഷച്ചോട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ഉണ്ടാവുന്ന ബോധോദയോടുകൂടിയാണ് പിന്നെ അദ്ദേഹം മാറുന്നത്, ഒരു ടേണിംഗ് പോയിന്റ് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടാവുന്നത്. ഇപ്പൊ ഈ 9ാമത്തെ അവതാരത്തിന്റെ കാര്യം പറഞ്ഞ് ഞാൻ മുതലിലേക്ക് വരാം. അപ്പൊ നമ്മുടെ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നമ്മൾ ഒരിക്കലും 9ാമത്തെ അവതാരമായിട്ട് കൃഷ്ണനെയാണ് കൂട്ടുക. 8ാമത്തെ അവതാരമാണ് ഈ പറഞ്ഞ ബലഭദ്രനായിട്ട് നമ്മൾ എടുക്കുന്നത്. സോറി, 9ാമത്തെ അവതാരം കൃഷ്ണനാണ്, 8ാമത്തെ അവതാരം നമ്മൾ ഇവിടെ ബലഭദ്രനെ എടുക്കുക, ബലരാമൻ. നോർത്തിൽ നമ്മൾ പോവാണെന്നുണ്ടെങ്കിൽ അവിടെ 8ാമത്തെ അവതാരം കൃഷ്ണനാണ്, 9ാമത്തെ അവതാരം ബുദ്ധൻ, 10ാമത്തെ അവതാരം കൽക്കി. ഞാൻ ആ ഒരു ലോജിക്കാണ് കുറച്ചുകൂടെ ശരി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ പറഞ്ഞ 2ാമത്തെ ഭാഗം, കാരണം ഈ അനന്തന്റെ അംശത്തോടു കൂടി ഭഗവാൻ ജനിക്കുന്നു എന്നാണ് ബലരാമനെ വിശേഷിപ്പിക്കുന്നത്. അനന്തന്റെ അംശം മഹാവിഷ്ണുവിന്റെ അംശവും കൂടെ ചേർന്ന് ഭഗവാന്റെ തന്നെ സംഘർഷണൻ എന്ന് പറയുന്ന പേരോട് കൂടിയിട്ടാണ് ബലരാമൻ ജനിക്കുന്നത്. ഈ കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതേപോലെ ജനിച്ച വേറൊരാളുണ്ട്, അത് ലക്ഷ്മണനാണ്. അനന്തന്റെ അംശത്തോടു കൂടി ഭഗവാൻ ജനിക്കുന്നതാണ് ലക്ഷ്മണൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവതാരത്തിന്റെ ഇടയിൽ ആരെ കൂട്ടണം? ലക്ഷ്മണനെ കൂട്ടണം. ലക്ഷ്മണനെ കൂട്ടുന്നില്ല. അപ്പൊ ബലഭദ്രനെ എടുത്തിട്ടൊരു അവതാര ലിസ്റ്റ് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്മണനെ അതിൽ ആഡ് ചെയ്താലേ ശരിക്കും ലോജിക്ക് ശരിയാവുള്ളൂ. നേരെ മറിച്ച് 8ാമത്തെ അവതാരമായിട്ട് കൃഷ്ണനെ എടുക്കുകയും 9ാമത്തെ അവതാരം ബുദ്ധ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ബുദ്ധൻ ഈ പറഞ്ഞതുപോലെ ഭഗവാന്റെ മറ്റൊരു തലത്തിൽ നിന്ന് ഒരു ധ്യാനാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ യോഗാവസ്ഥയിലേക്കുള്ള ഒരു പരിണാമമായിട്ടാണ് കണക്കാക്കുന്നത്.